ഹായ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ഫോൺ എടുത്തു. കുറച്ച് നേരം വാർത്ത നോക്കുമായിരുന്നു. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കുമ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിട്ട് ഓടുന്നു. നോക്കുമ്പോൾ നല്ല പരിചയമുള്ളൊരു മുഖം. ആരാണ് ഈ മുഖമെന്ന് ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഒരാൾ ഒരു ചാനലിന് കരഞ്ഞ് മെഴുകിയൊക്കെ ബൈറ്റ് കൊടുക്കുന്നു. വേറെ ആരുമല്ല, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ്, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് മരുമകൻ. പുള്ളിക്കാരൻ എന്തിനാണ് ഇത്രയും വികാരമായിട്ട് ഒരു ബൈറ്റെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ദേ കിടക്കണ സ്റ്റേജിൽ ഒരാളിങ്ങനെ കുന്തം വിഴുങ്ങി കണക്ക് നിൽക്കുകയാണ്. പറയുന്നുണ്ട്, നിങ്ങളാ സ്റ്റേജിലോട്ട് നോക്കണം. അപ്പം ഞാനും ഇങ്ങനെ സ്റ്റേജിലോട്ട് നോക്കിയത് കാണാൻ വയ്യല്ലോ, ഒരുപാട് ദൂരെയാണല്ലോ. അപ്പം ദാണ്ടടയെ നിൽക്കുന്നു നമ്മുടെ BJPയുടെ അധ്യക്ഷൻ. പുള്ളി ഇവിടെ കരഞ്ഞ് പറയുകയാണ്, ഇത് ജനവിരുദ്ധമാണ്. സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൽ ബാക്കി മന്ത്രിമാരൊക്കെ, അതായത് റിയാസ് മരുമകൻ ഉൾപ്പെടെ താഴെ ഇരിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോ? അവിടെ ഒരു ബന്ധവും ഇല്ലാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ കൊച്ചുകൊടുപ്പാൻകാലത്ത് 6:30 കണ്ട സ്റ്റേജിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയാണ്. നിൽക്കുന്ന മാത്രം, അത് ഒന്നാമത്തെ പരാതി. രണ്ടാമത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ പുള്ളിക്കാരൻ മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പോൾ റിയാസ് മരുമകൻ്റെ പരാതി എന്ന് പറയുന്നത് അതായത് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ല, അപ്പോൾ അവിടെ വേറെ ആരോ വന്നിരിക്കുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ റിയാസ് മരുമകനോട് ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് മന്ത്രി മരുമകൻ കാണുമോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യം ന്യായമാണ്. കാരണം പല വലിയ വലിയ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ വേദിയിൽ അവർക്കിഷ്ടമുള്ളവരെ മാത്രം ഇരുത്തുക എന്ന് പറയുന്നത് അത് ഈ ഒരു ജനാധിപത്യ രാജ്യത്തെ തെറ്റ് തന്നെയാണ്. അത് പുള്ളി പറയണതിൽ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇതേ ചോദ്യം ഞാൻ പുള്ളിക്കാരനോടൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ്റിൻ്റെ സംരംഭം കമ്മീഷൻ ചെയ്യുന്ന മീറ്റിങ്ങിൽ താങ്കളുടെ ഭാര്യയും ഭാര്യയുടെ ആദ്യ മകനും താങ്കളുടെ അമ്മായിയമ്മയും എന്തിന് പോയി? അവിടെ എന്താ ചെമ്പിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിരുന്നോ? അത് ജനവിരുദ്ധ അല്ലേ റിയാസ് മരുമകനെ? അല്ലേ? അപ്പം താങ്കളുടെ ഭാര്യയ്ക്ക്, ഭാര്യയുടെ മകന്, ഭാര്യയുടെ അമ്മയ്ക്ക് ഒക്കെ ഒരു സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ട് കമ്മീഷൻ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ അവർക്കെന്താണ് അവിടെ കാര്യം? പൂച്ചയ്ക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? എന്തുകൊണ്ട് ഇന്ന് ഈ ചോദ്യം ചാനലിനോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് താങ്കൾ അന്ന് സ്വന്തം അമ്മായി അപ്പനോട് ചോദിച്ചില്ല? മാമ, അത് തെറ്റാണ് മാമൻ ചെയ്തത്, എൻ്റെ ഭാര്യയുടെ മകനെയും ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തെറ്റാണ്, ഇത് ജനവിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് താങ്കൾക്ക് പറയാൻ തോന്നിയില്ല? അപ്പോൾ അമ്മായി അപ്പനും ഭാര്യയ്ക്കും അടുപ്പിലും അപ്പിയിടാം. അങ്ങനെയാണോ? അപ്പോൾ ഇത് കാലം കാത്തുവെച്ച കാവ്യനീതി. നിങ്ങൾ കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പ്രതിപക്ഷ നേതാവുണ്ടെന്ന്. എന്തേ പുള്ളി അവോയ്ഡ് ചെയ്തു? അപ്പോൾ കാലം കാത്തുവെച്ചതല്ലേ ഇതെല്ലാം? ആരാൻ്റെ കുഞ്ഞിന് അച്ഛനാകാനൊക്കെ പോവാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അപ്പോൾ തിരിച്ചടി എല്ലാവർക്കും വരും. ഇതൊന്നുമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ അമ്മായി അച്ഛനും തിരിച്ചടി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം.
ബൈ.